കാട്ടുപോത്തിനെയോ ആനയെയോ മലയണ്ണാനെയോ ഒക്കെ കാണാം. യാത്ര അങ്ങനെ തുടരുകയാണ്. മനം തണുപ്പിക്കുന്ന ദൃശ്യഭംഗികൾ സമ്മാനിച്ചുകൊണ്ട് മലനിരകൾ നമ്മെ വേറൊരു ലോകത്തേക്ക് ആനയിക്കുകയാണ്. ഈ പ്രകൃതിയുടെ ഭാവങ്ങളാണ് മനസ്സിന്റെ ആധ്യാത്മികത. ഈ ചരാചരങ്ങളുടെ ജീവിതക്രമമാണ് തത്വശാസ്ത്രങ്ങളുടെ ഉൾവിളി. നാം പഠിച്ച തിയറികൾക്കപ്പുറത്ത് നമ്മുടെ മുന്നിൽ നീണ്ടുകിടക്കുന്ന പ്രകൃതിയുടെ വിസ്മയങ്ങൾ അത് നമ്മെ ആശ്ചര്യപ്പെടുത്തും. ബിഗ് ബാങ് തിയറിയും ഭക്ഷ്യശൃംഖലയും പരിണാമ സിദ്ധാന്തങ്ങളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. ചാൾസ് ഡാർവിനും ഐൻസ്റ്റീനും ന്യൂട്ടനും ഒക്കെ മനോമുകുരങ്ങളിൽ പ്രത്യക്ഷപ്പെടും. മൺമറഞ്ഞു പോയ കോടിക്കണക്കിന് മുന്നാത്മാക്കളുടെ ജീവിതങ്ങൾ ഒരു മിന്നലാട്ടം പോലെ തെളിഞ്ഞു വരും. അവരുടെ കണ്ണീരും കിനാവുകളും കഥകളും മനസ്സിൽ തുളുമ്പി വരും. പടയോട്ടങ്ങളും അടിമകളും നിർമ്മാണങ്ങളും ചിത്രങ്ങൾ വിരചിക്കും. ഇതൊരു തുടർ യാത്രയാണ്. ജീവന്റെ, മാനവരാശിയുടെ, പ്രകൃതിയുടെ തുടർ യാത്ര. നെല്ലിയാമ്പതിയിലെ ആദിമ ഗോത്രവർഗക്കാർ ആരാധിച്ചിരുന്ന ദേവതയുടെ പേരായിരുന്നു നെല്ലി എന്നത്. നെല്ലി ദേവതയുടെ വാസസ്ഥലമാണ് പിന്നീട് നെല്ലിയാമ്പതി ആയതെന്നാണ് കരുതുന്നത്. 82 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന നെല്ലിയാമ്പതി സമുദ്രനിരപ്പിൽ നിന്ന് 1572 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ സമ്പന്നമായ ഫ്ലോറ ആൻഡ് ഫോണയാണ് നെല്ലിയാമ്പതിയിലുള്ളത്. പക്ഷിവർഗങ്ങളിൽ അപൂർവമായി കാണുന്ന ലോഫിംഗ് ത്രഷ്, വടക്കൻ ചിലിച്ചുലപ്പൻ, ഗ്രേറ്റ് പൈഡ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ, ജേഡൻസ് ബാസ, പിന്നരി പ്രാപ്പരുന്ത്, ബ്ലാക്ക് വുഡ് പെക്കർ, കാക്ക മരംകൊത്തി, അതുപോലെ ഓറിയന്റൽ ബ്രോഡ് ബിൽഡ് റോളർ, നീലഗിരി പാറ്റപ്പിടിയൻ, നീൽഗിരി ഫ്ലൈ കേച്ചർ തുടങ്ങിയ പക്ഷികൾ നെല്ലിയാമ്പതിയിൽ കാണപ്പെടാറുണ്ട്. ഹരിത സമ്പത്തിന്റെ കലവറയാണ് നെല്ലിയാമ്പതി പ്രദേശം. സ്റ്റെല്ലാറിയ വർഗത്തിൽപ്പെട്ട സ്റ്റെല്ലാറിയ മാക്ലിൻഡോക്ക് എന്ന പുതിയ തരം ചെടി ഈ അടുത്ത കാലത്ത് നെല്ലിയാമ്പതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഈ ചെടി കാണുന്നത് ഇവിടെയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സസ്യങ്ങളിലെ ജമ്പിംഗ് ജീനുകളെ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞ ബാർബാറ മക്ലിൻഡോക്കിന്റെ സ്മരണാർത്ഥമാണ് ഈ ചെടികൾക്ക് ഈ പേര് വന്നത്.